നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLൻ്റെ 2 മാച്ച് വീക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഓരോ മാച്ച് വീക്ക് കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് രണ്ടാമത്തെ മാച്ച് വീക്ക് കഴിയുമ്പോൾ 2 ടീമുകൾ ഇനിയും ഒരു മത്സരം മാത്രം കളിച്ച് നിൽക്കുന്നുണ്ട്. അതൊന്ന് ചെന്നൈയിൻ FC-യും മറ്റൊന്ന് ഹൈദരാബാദ് FC-യുമാണ്. ബംഗളൂരു FC കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിൻറ്റോടെ പോയിൻ്റ് പട്ടികയിൽ ഒന്നാമതാണ്. ജംഷഡ്പൂരിനും പഞ്ചാബിനും അതുപോലെ 6 വീതം പോയിൻറ്റുകളുണ്ട്. ഗോൾ ഡിഫറൻസിൻ്റെ മാറ്റത്തിലാണ് ഇവർ 2-3 സ്ഥാനങ്ങളിലായി നിൽക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് 4 പോയിൻ്റ് ഉണ്ട്. അവരാണ് 4-ാം സ്ഥാനത്തെങ്കിൽ ചെന്നൈയിനും കേരള ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും 3 വീതം പോയിൻറ്റുകളുണ്ട്. ചെന്നൈയിൻ FC ഒരു കളിയേ കളിച്ചുള്ളൂ, അവർ 5-ാമത്. ബ്ലാസ്റ്റേഴ്സ് 6-ാമത്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 7-ാമത്. മുംബൈ സിറ്റി കളിച്ച 2 കളികളിൽ നിന്ന് ഒറ്റ പോയിൻ്റ് മാത്രമാണ് നേടിയിട്ടുള്ളത്. അവരാണ് 8-ാമത്. FC ഗോവയുടെ സ്ഥിതിയും അതുതന്നെയാണ്. അവർ 9-ാമത്. മുഹമ്മദൻ SCക്കും ഒറ്റ പോയിൻ്റാണ്, അവർ 10-ാമത്. ഒഡീഷയ്ക്കും ഈസ്റ്റ് ബംഗാളിനും ഹൈദരാബാദിനും പോയിൻ്റുകളില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇതാണ് പോയിൻ്റ് പട്ടിക. പിന്നെ നമ്മുടെ പവർ റാങ്കിങ്ങും പോയിൻ്റ് പട്ടികയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ സ്ഥിരമായിട്ട് പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും മത്സരങ്ങൾ കഴിയുമ്പോഴുള്ള കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് എന്നത് മാത്രമാണ് നമ്മൾ പവർ റാങ്കിങ്ങിൽ പരിശോധിക്കുന്നത്. അതിപ്പോൾ 2 കളികൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വലിയ ഒരു മാറ്റിത്തിരുത്തലുകൾ നേരത്തെയുള്ള പവർ റാങ്കിങ്ങിൽ നിന്ന് വരുത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2 കളി വെച്ചുകൊണ്ട് ഇപ്പോൾ 2 കളി തോറ്റു എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ട് ഒഡീഷയെ ആർക്കെങ്കിലും എഴുതി തള്ളാൻ പറ്റുമോ? അതുപോലെ തന്നെ MBSG ഇപ്പോൾ ഒരു കളിയെ ജയിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മോശമാണ് എന്ന് എഴുതി തള്ളിയാൽ അത് വലിയ മണ്ടത്തരമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു പവർ റാങ്കിങ് ആണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനോടൊക്കെ പറയാനുണ്ടാവും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുക. നമ്മൾ തുടങ്ങുന്നു. ആഫ്റ്റർ മാച്ച് ഡേ 2 ഉള്ള നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് പോകുമ്പോൾ 13-ാം സ്ഥാനത്ത് കിരീട സാധ്യത ഏറ്റവും കുറച്ച് നമ്മൾ കാണുന്നത് ഹൈദരാബാദ് FCക്ക് തന്നെയാണ്. ഹൈദരാബാദിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും അവർ സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ കളി തുടങ്ങിയിട്ടും സൈനിങ്ങുകളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പ്രീ സീസണൊന്നും വേണ്ട വിധത്തിൽ ലഭിക്കാത്തൊരു ടീം വലിയ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എന്തായാലും അവരുടെ മറ്റ് ഇഷ്യൂസൊക്കെ സെറ്റിൽഡാക്കി മോശമല്ലാത്തൊരു സ്ക്വാഡ് അസംബിൾ ചെയ്യാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അവർക്ക് നമ്മൾ 13-ാം സ്ഥാനമാണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലെ പോലെ ഈ പവർ റാങ്കിങ്ങിലും നൽകുന്നത്. അടുത്തത് 12-ാം സ്ഥാനത്ത് നമ്മൾ മുഹമ്മദൻ SCയെ കൊടുക്കുന്നു. മുഹമ്മദൻ SC കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ അതിന് മുമ്പുള്ള പവർ റാങ്കിങ്ങിൽ 12-ാമത് തന്നെയായിരുന്നു, നിങ്ങൾക്കറിയാമത്. ഏതായാലും മുഹമ്മദൻ SC ഇപ്പോൾ മോശമല്ലാത്തൊരു പോരാട്ടവീര്യം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. അവർ ISLലെ തങ്ങളുടെ ആദ്യ പോയിൻ്റ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. FC ഗോവയെ 1-1 സമനിലയിൽ കുരുക്കിക്കൊണ്ടാണ് ആ പോയിൻ്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലീഗിൽ നിന്ന് മാറി ISLലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം പഞ്ചാബിനൊക്കെ പറ്റിയ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മുഹമ്മദൻ SC തിരിച്ചറിയുകയാണ്. പക്ഷേ എങ്കിലും അവർ നല്ല പോരാട്ടവീര്യം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കുന്നില്ല. മുഹമ്മദൻ SCക്ക് നമ്മൾ 12-ാം സ്ഥാനമാണ് ഈ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. 11-ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്ന 7-ാം സ്ഥാനത്താണ്. അവരൊന്നുകൂടി താഴേക്ക് പോകുന്നു. തീർച്ചയായിട്ടും കാർലസ് ഗോദ്രത്തിനെതിരെ അവരുടെ ഫാൻസിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങളും എതിർപ്പുമൊക്കെ വരികയാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള കളിക്ക് മുമ്പ് തന്നെ വലിയ പ്രഷർ അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് കാർലസ് ഗോദ്രത്ത് പറയുകയും ചെയ്തിരുന്നു. ബ്ലാസ്റ്റേഴ്സിനോട് അവർ തോൽക്കുകയും ചെയ്തിരിക്കുന്നു. 2 കളികൾ കഴിയുമ്പോൾ 2ഉം പൊട്ടി 0 പോയിൻറ്റുമായിട്ട് അവരിപ്പോൾ നിൽക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ അവരെ എഴുതിത്തള്ളുന്നൊന്നുമില്ല. തിരികെ വരും, അതിനുള്ള ടീം അവർക്കുണ്ട്. ബട്ട് ഇപ്പോൾ തന്നെ കാർലസ് ഗോദ്രത്ത് വലിയ രൂപത്തിലുള്ള പ്രഷറിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. 10-ാമതാണ് പഞ്ചാബ്. പഞ്ചാബ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നേരത്തെ പവർ റാങ്കിങ്ങിലൊക്കെ അവർ താഴെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 11-ാമതുണ്ടായിരുന്ന പഞ്ചാബിനെ നമ്മൾ 10-ാം സ്ഥാനത്തേക്ക് മാറ്റുന്നു. കാരണം പഞ്ചാബ് 2 കളികളും വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. നിഹാൽ സുധീഷിൻ്റെ മികവ് നമ്മൾ കാണുന്നു. 2 കളികളിലും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങുന്നു. ഏതായാലും ലുക്ക മെയ്സൻ്റെ പരിക്ക് അവർക്കൊരു തിരിച്ചടിയാണ് എന്ന് പറയുമ്പോൾ പോലും അത് 2 കളികൾ വിജയിച്ചിട്ടുണ്ട്. ഈ 2 കളികൾ തുടക്കത്തിൻ്റെ ആവേശം മാത്രമായി പോവാതിരിക്കട്ടെ, അതിപ്പോൾ പറയാനുള്ളൂ. എങ്കിലും വലിയൊരു കിരീട സാധ്യത ഇപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. വരും മത്സരങ്ങൾ കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. നിലവിൽ അവർക്ക്
നമ്മുടെ പോയിൻ്റ് പട്ടികയിൽ ഒരു സ്ഥാനം മുന്നോട്ട് കയറി 10ാം സ്ഥാനമാണുള്ളത്. KBFC ആണ് 9ാം സ്ഥാനത്ത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 12ാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്തേക്ക് ഉയരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള വിജയം. അഡ്രിയാൻ ലൂണ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് 2 കളികളും കളിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ സുപ്രധാന താരമാണ് അഡ്രിയാൻ ലൂണ എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ലൂണ ഇല്ലാതിരുന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോഹ് സദോയി മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോമെ പെപ്രയുടെ ഒരു ഗോള് കണ്ടു. കളി പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സ് ആധിപത്യം പുലർത്തി എന്നൊന്നും അവകാശപ്പെടാനില്ല. എന്നാൽ പോലും വിജയിച്ചു, 3 പോയിൻ്റ് വാങ്ങി എന്നുള്ളത് വലിയ കാര്യമാണ്. പുറകിൽ പോയ ശേഷം തിരിച്ചടിക്കാനുള്ള മിക്കായൽ സ്റ്റെറയുടെ ടീമിൻ്റെ ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ 9ാം സ്ഥാനമാണ് പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നതെങ്കിൽ 8ാം സ്ഥാനത്താണ് ഒഡീഷ FC. ഒഡീഷ 8 എന്ന് ചോദിക്കാൻ ആളുണ്ടാവുമെന്നറിയാം. ഒഡീഷ 5ാം സ്ഥാനത്ത് നിന്നാണ് 8ാം സ്ഥാനത്തേക്ക് ഇപ്പം വീടിരിക്കുന്നത്. കളിച്ച 2 കളികളും പൊട്ടിയിട്ടുണ്ട്. എന്നാലും സെർജിയോ ലൊബേറയുടെ ടീമിനെ നമുക്ക് ഇപ്പോഴേ പൂർണ്ണമായിട്ട് എഴുതി തള്ളേണ്ടതുണ്ടോ? 2 കളികളെ കഴിഞ്ഞുള്ളൂ എന്ന കാര്യം ഓർക്കുക. ഏതായാലും കാമറൂണിൽ നിന്ന് വീണ്ടും അവർ താരത്തെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ലൊബേറയുടെ ആ ഒരു തന്ത്രങ്ങൾക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. എങ്കിലും ചിലരെങ്കിലും വയസ്സൻ പട എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അവർക്ക് നേരെ ഉയർത്തുന്നുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന നല്ല സ്ഥാനത്ത് നിന്ന് അവരെന്തായാലും താഴേക്ക് വന്നു. 8ാം സ്ഥാനമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒഡീഷയ്ക്ക് കൊടുക്കുന്നത്. 7ാം സ്ഥാനത്ത് FC ഗോവയുടെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും പലർക്കും ചോദിക്കാനുണ്ടാകുക. പക്ഷേ മനാലോ മാർക്കസിൻ്റെ ടീമിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളേണ്ടതില്ല. കളിച്ച 2 കളികളിൽ നിന്ന് ഒറ്റ പോയിൻ്റാണ് അവർക്കുള്ളത്. കഴിഞ്ഞ കളിയിൽ അവർ 1-1 സമനിലയാണ് പിടിച്ചത്. ആദ്യ കളിയിൽ അവസാന ഘട്ടത്തിൽ അവർ വീണു പോകുന്ന ഒരവസ്ഥ. ജോർഡൻ മുറയുടെ ഗോളിനാണ് അവർ ജംഷഡ്പൂരിനോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും കോച്ച് മനാലോ മാർക്കസ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ടീം മടങ്ങി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ FC ഗോവ 7ാമത്. 6ാം സ്ഥാനത്തേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉയരുകയാണ്. ഇപ്പം ഗോവയുടെ കാര്യം ഒന്നുകൂടി പറയേണ്ടത്, 4ാമതായിരുന്നു കഴിഞ്ഞ പവർ റാങ്കിങ്, ഇപ്പോൾ അവർ 6ാമതേക്ക് വന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പം 6ാം സ്ഥാനത്ത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും നമ്മൾ ഏതാണ്ട് അതേ സ്ഥാനം തന്നെയാണ് അവർക്ക് കൊടുത്തിരുന്നത്. കഴിഞ്ഞ കളിയിലും അവർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ഒറ്റ ഗോളിന് തോറ്റുപോയി, അത് നമ്മൾ മറക്കുന്നില്ല. ബട്ട് ആ കളിയിൽ സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. സുഭാഷിഷ് ബോസിൻ്റെ ഗോള്, അത് ഗോളാണോ ഫൗളാണോ? കളി കണ്ടവർക്കൊക്കെ അറിയാം അത് ഫൗളാണ്. പക്ഷേ റഫറി അത് ഗോൾ വിധിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 3-2 തോൽപ്പിച്ച് കയറുന്നത്. എങ്കിൽ പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബെനാലിയുടെ കീഴിൽ വലിയ പ്രതീക്ഷകൾ ഇത്തവണ ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ഡ്യൂറൻ കപ്പിൽ നേരത്തെ കിരീടം ചൂടി ആ കിരീടമില്ലാത്ത ഭാരം അങ്ങ് ഇറക്കി വെച്ച് മികച്ച പ്രകടനം നടത്തുന്നു. സോ അതാണ് നമുക്ക് അവരുടെ കാര്യത്തിൽ പറയാനുള്ളത്. ദെൻ ജംഷഡ്പൂർ FCയുടെ കാര്യം. ജംഷഡ്പൂർ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 9ാമതായിരുന്നു. അവരെ നമ്മൾ 5ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. ജംഷഡ്പൂർ ഒറ്റക്കളി മാത്രമല്ല, 2ാമത്തെ കളിയിലും ആ മാജിക് ആവർത്തിക്കുമ്പോൾ ഖാലിദ് ജമീലിൻ്റെ കുട്ടികളുടെ ആ ഒരു ആത്മവിശ്വാസവും പോരാട്ടവീര്യവും നമ്മൾ എങ്ങനെയാണ് കണ്ടില്ലെന്ന് വെക്കുക. ജംഷഡ്പൂർ ഇപ്പോൾ 2 കളികൾ വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ മത്സരം അവർ മുംബൈ സിറ്റിയെയാണ് തോൽപ്പിച്ചത് 3-2. അതുപോലെ FC ഗോവയെയാണ് അവർ 2-1 തോൽപ്പിച്ചത്. വമ്പന്മാരെ തോൽപ്പിച്ചുകൊണ്ട് അവർ വരുമ്പോൾ എങ്ങനെ കാണാതിരിക്കും? ജോർഡൻ മുറെ ഒരിക്കൽ കൂടി ഗോളടിക്കുന്നു. അതുപോലെ ഹാവി ഹെർണാണ്ടസ് മധ്യനിരയിൽ തൻ്റെ മികവെന്താണെന്ന് കാണിക്കുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ ഇപ്പോൾ ജംഷഡ്പൂർ FCക്ക് കൊടുക്കുന്നുണ്ട്. ജംഷഡ്പൂർ FC ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ 5ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് നിന്നാണ് ഈ ഒരു ഉയർച്ച. BFC ആണ് 4ാം സ്ഥാനത്ത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 8ാമതായിരുന്നു BFC എങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ അവർ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ബംഗളൂരു FCയുടെ കാര്യത്തിൽ സുനിൽ ഛേത്രി, പ്രായം തളർത്താത്ത പ്രതിഭ, കഴിഞ്ഞ കളിയിൽ 2 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പോയിൻ്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കളി ഹൈദരാബാദിനെതിരെ 3-0 വിജയം. ആദ്യം ഒരു ഗോൾ രാഹുൽ ബാക്കിയയിലൂടെ അടിച്ചെങ്കിലും പിന്നീട് ഗോൾ വരാതിരിക്കുന്നൊരു ഘട്ടം, 60 മിനിറ്റിന് ശേഷം കളിക്കളത്തിലേക്ക് വന്ന
സുനിൽ ഛേത്രി ആദ്യം പെനാൽറ്റിയിലൂടെയും പിന്നീട് കളിയുടെ അവസാനത്തിലും ഒരു ഗോൾ നേടിക്കൊണ്ട് തൻ്റെ മികവിപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ബംഗളൂരു FC നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ 4-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. ചെന്നൈയിൻ FC കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 3-ാമതായിരുന്നു. ഈ പവർ റാങ്കിങ്ങിൽ നമ്മൾ 3-ാം സ്ഥാനം തന്നെ കൊടുക്കുന്നു. അവരൊറ്റ കളിയേ കളിച്ചുള്ളൂ, പിന്നെ അവർ കളിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ സ്ഥാനത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ മറ്റ് ടീമുകൾ വന്നിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചെന്നൈയിൻ തന്നെ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. ചെന്നൈയിനിപ്പോൾ കഴിഞ്ഞ കളി വിജയിച്ചു. അത് ഒഡീഷയ്ക്കെതിരെ വലിയ പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് വിജയിച്ചൊരു കളിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഫറൂഖ് ചൗധരിയുടെ ഇരട്ട ഗോളുകളും ഡാനിയൽ ചീമ ചുക്കുവിൻ്റെ ഗോളും ഒക്കെ വന്നുകൊണ്ട് അവർ വലിയ ആധിപത്യം പുലർത്തി. കളിയുടെ അവസാനത്ത് റോയ് കൃഷ്ണ ഒരു ഗോൾ കൂടി മടക്കി 2-3 എന്ന രൂപത്തിലേക്ക് സ്കോർ ലൈൻ മാറ്റിയെങ്കിലും ഓവൻ കോയലിൻ്റെ ടീം ഇത്തവണ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചെന്നൈയുടെ ആരാധകരിയിരിക്കുന്നത്. അപ്പോൾ ചെന്നൈയിൻ FC ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് തുടരുന്നത്. രണ്ടാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC ആണ്. എതിർപ്പുകളുമായിട്ട് പലരും വരും, പക്ഷേ അവരെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലീഗ് ലോങ് ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് ദൂരം മുന്നോട്ട് പോവേണ്ടതുണ്ട്. 2 കളികൾ വെച്ച് നിങ്ങൾ മുംബൈ സിറ്റി FC എഴുതി തള്ളിയാൽ അത് വലിയ മണ്ടത്തരമായിരിക്കും. മികച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെ മുംബൈ സിറ്റി FC ഉണ്ട്. ആദ്യ 2 കളികളിൽ നിന്ന് അവർക്ക് ഒറ്റ പോയിൻ്റേ ഉള്ളൂ എന്നുള്ളത് മറക്കുന്നില്ല. എന്നാൽ പോലും അവരുടെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് അവർ പോരാടി നേടിയ സമനിലയാണ്. പിന്നെ ജംഷഡ്പൂർ FC വല്ലാത്തൊരു മികവിലാണല്ലോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജംഷഡ്പൂരിൻ്റെ കയ്യിൽ നിന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ അടി കിട്ടിയത്. എന്നാൽ പോലും മുംബൈ സിറ്റി 2-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. നമുക്ക് അവരെ വലിയ രൂപത്തിൽ എഴുതി തള്ളാനാവില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിൽ 2-ാമതുണ്ടായിരുന്ന അവർ 1-ാം സ്ഥാനത്തേക്ക് വരുന്നു. കഴിഞ്ഞ പവർ റാങ്കിൽ 1-ാമതുണ്ടായിരുന്ന മുംബൈ സിറ്റി FC ഒരു സ്ഥാനം താഴേക്ക് പോയി 2-ാമതേക്ക് വരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആദ്യ കളിയിലെ സമനിലയ്ക്ക് ശേഷം 2-ാം കളിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് പോരാടി ജയിച്ചിരിക്കുന്നു. അതിലിപ്പം ആ ഗോളിൻ്റെ കാര്യം ഒരു പ്രശ്നം തന്നെയാണ്, മറക്കുന്നില്ല. സുഭാഷിഷ് ബോസ് ഗുർമീതിനെ ഫൗൾ ചെയ്തു എന്ന് തന്നെയാണ് ബെനാലി അടക്കമുള്ളവർ വാദിക്കുന്നത്. അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ സീസണിൽ അവരുടെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 3-2 വിജയം വരുമ്പോൾ ദിപേന്ദു വിശ്വാസിൻ്റെ ഒരു ഗോള്, ലോക്കൽ ബോയ് ദിപേന്ദു വിശ്വാസ്, കൂടാതെ ജെയ്സൺ കമ്മിൻസിൻ്റെ വിജയ ഗോള് വന്നു അവസാനം. ഒപ്പം സുഭാഷിഷ് ബോസിൻ്റെ അവിവാദമായിട്ടുള്ള ഗോളും. ഏതായാലും ശക്തമായിട്ടുള്ള സ്ക്വാഡുണ്ട്. അത്ര പ്രതീക്ഷ പോലെയുള്ളൊരു പ്രകടനം നടത്തുന്നില്ല എന്നൊരു തോന്നൽ എന്തായാലും ആരാധകർക്കുണ്ട്. എങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് സ്റ്റിൽ ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള ടീം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പം നമ്മളെല്ലാ പൊസിഷനുകളും പറഞ്ഞു കഴിഞ്ഞു. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, 2-ാമത് മുംബൈ സിറ്റി FC, 3-ാമത് ചെന്നൈയിൻ FC, 4-ാമത് ബംഗളൂരു FC, 5-ാമത് ജംഷഡ്പൂർ FC, 6 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, 7 FC ഗോവ, 8 ഒഡീഷ, 9 കേരള ബ്ലാസ്റ്റേഴ്സ് FC, 10 പഞ്ചാബ് FC, 11 ഈസ്റ്റ് ബംഗാൾ, 12 മുഹമ്മദൻ FC, 13 ഹൈദരാബാദ് FC. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.